അപ്പോൾ ഇന്നത്തെ ഉച്ചയോടെ നമ്മുടെ അമ്പലത്തിലാണ് കേട്ടോ, വേറെ അടുത്തല്ല. നമ്മുടെ പള്ളുരുത്തി അമ്പലത്തിൻ്റെ ഉത്സവം തുടങ്ങണേണ് മക്കളെ. ഇനി 11 ദിവസം ഉത്സവം മഹാമേളം ഒരുക്കും കേട്ടോ. അപ്പം ഞാനും കുഞ്ഞും കൂടി ഉച്ചയ്ക്ക് പള്ളുരുത്തി അമ്പലത്തിൽ ഒന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഒത്ത് ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് നമുക്ക് പോകാമല്ലോ. ഇനിയിപ്പോൾ ഞായറാഴ്ച എന്നല്ല, ഏത് ദിവസമാണെങ്കിലും നമ്മളിങ്ങോട്ട് വരും കേട്ടോ. കാരണം നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു അമ്പലമാണ്, അത്രയും വേണ്ടപ്പെട്ട വലിയൊരു ഉത്സവമാണ്. 11 ദിവസവും ഇവിടെ ഒന്നുകൂടെ. അപ്പോൾ ഈ ആൾക്കാരെയൊക്കെ കണ്ട നമ്മുടെ കൊച്ചിയിൽ എവിടെ നിന്നൊക്കെ വന്ന ആൾക്കാരൊന്നും പറയാൻ പറ്റില്ല, അത്രയും ജനങ്ങളായിരിക്കട്ടെ. ഇതൊന്നും അല്ല ജനങ്ങൾ. ഞാൻ ചെന്നത് ഇത്തിരി താമസിച്ചാണ്. 2 മണി പരുവത്തിൽ പോലും ഇത്ര ആൾക്കാരെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. 11:30 മണിക്ക് തുടങ്ങി പ്രസാദ കൂട്ടാണ്. അങ്ങനെ നല്ല ക്യൂ ഒക്കെ നിന്ന് ചോറ് വാങ്ങിച്ചിട്ടോ. ഞങ്ങളൊരു പ്ലേറ്റാണ് കേട്ടോ ചോറ് മേടിച്ചത്. അപ്പോൾ ഇത് നല്ല വെള്ള ചൂട് ചോറും അതുപോലെ തന്നെ നല്ല നെല്ലിക്കാച്ചാറും പിന്നെ ഒരു തൈര് കറി കേട്ടോ. ഞാനത് അടുത്ത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ. പിന്നെ അതുപോലെ തന്നെ നല്ല കടലപ്പരിപ്പും പിന്നെന്താ പറയുക, നല്ല അട്ടിപ്പൊളി നല്ല ചൂട് സാമ്പാറുമാണ് കേട്ടോ മേടിച്ചത്. പിന്നെ പായസം ഉണ്ടായിരുന്നു. പായസത്തിന് ഗ്ലാസ് ഇല്ലാതിരുന്നുകൊണ്ട് പറഞ്ഞു മോളെ കഴിച്ചിട്ട് വരൂ, എന്നിട്ട് പായസം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചോറൊക്കെ മേടിച്ചു. ഒരു നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ എവിടെ പോയി നിൽക്കണമെന്ന് ഇങ്ങനെ പരത്തി നോക്കി ഒരാളൊഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ആൾക്കാരുടെ നടുവിൽ തന്നെ ഞാനും കുഞ്ഞും കൂടി പോയി നിന്നിട്ട് അവർ നേരത്തെ പറഞ്ഞല്ലോ ഒരു പ്ലേറ്റ് ചോറാണ് മേടിച്ചത്. സാധാരണ എനിക്ക് കുഞ്ഞാണ് എപ്പോഴും വാരി തന്നത്. ഇത്തവണ ഞാൻ അങ്ങോട്ട് വാരി കൊടുക്കാമെന്ന് ഓർത്ത് വീഡിയോ ഒക്കെ എടുക്കണേലേ, അതുകൊണ്ട്. പിന്നെന്താ പറയുക, നമ്മുടെ വീട്ടിൽ നമ്മൾ ഇങ്ങനത്തെ കറിയൊക്കെ തന്നാൽ നമ്മൾ കഴിക്കുമോ? ഇല്ലല്ല, എല്ലാവരും ചീത്ത പറയുമല്ലേ. അപ്പോൾ ഈ അമ്പലങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നും ഇങ്ങനെ ഈ എന്ത് കറി കൂട്ടി പ്രസാദം കൂട്ടി തന്നാലും ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ടേസ്റ്റായിരിക്കും. അത് ഈ വിശന്നും കൂടി ഇരിക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കുഞ്ഞിക്ക് വേണ്ടാന്ന് പറഞ്ഞു വന്നാൽ ഞാൻ നിർബന്ധിച്ച് ഒരു 3-4 പിടിയൊക്കെ വാരി കൊടുത്തിട്ടാണ്. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞാണ് എനിക്കെപ്പോഴും വാരി തന്നത്. അങ്ങനെ അതൊക്കെ എന്താ പാത്രം നോക്കുമ്പോൾ തന്നെ അറിയാൻ പാടില്ലേ, വടിച്ചങ്ങോട്ട് തിന്ന് ഫുള്ളും. പിന്നെ അതെ ആ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിന്നിട്ട് അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ചേച്ചിയോട് ഞാൻ ചേച്ചി ആ ഗ്ലാസ് എനിക്ക് തന്നേക്കിട്ടാ. കാരണം പായസം മേടിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ ഗ്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇനിയും ക്യൂ നിന്ന് വേണം പായസം മേടിക്കാൻ. അപ്പോൾ പിന്നെ അവിടെ ഗ്ലാസ് തീർന്നു പോയാൽ നമ്മുടെ കയ്യിൽ ഗ്ലാസ് ഇല്ലെന്നുള്ളൊരു പരാതി വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വലിയ കാര്യത്തിന് 2 ഗ്ലാസ് പായസം കൊണ്ട് വന്നപ്പോൾ അവൾ പറയണേ അവൾക്ക് വേണ്ടെന്ന്. സാധാരണ കുഞ്ഞ് പായസം കുടിക്കാറില്ല കേട്ടോ, വല്ലപ്പോഴും തോന്നിയ ഒരു മുത്തുമുത്തി. അല്ല പറ്റിക്കണേ നിങ്ങൾ 2 ഗ്ലാസ് അമ്മക്കാണ്, എൻ്റെ പേര് വെറുതെ എടുത്തിടണേണ്. അങ്ങനെയും പറയാട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ 2 ഗ്ലാസും കൂടെ വാങ്ങിച്ച് കുടിച്ചു. അങ്ങനെ പായസമൊക്കെ കുടിച്ചു. ഇനി 11 ദിവസത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ വരാട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.